ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, പണ്ട് എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് സൈനിങ്ങിന് പോവുകയാണ്. ഞാൻ മുമ്പൊക്കെ എൻ്റെ പാരൻസ് സ്കൂളിൽ സൈനിങ്ങിന് വരുന്ന സമയത്ത്, പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമാണ്, അയ്യോ അമ്മ വരണോ, നിങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷേ എൻ്റെ മക്കൾ, അമ്മ എപ്പോഴാണ് വരിക, ഉറപ്പായും കറക്റ്റ് സമയത്തിന് എത്തണം കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഡീസൻ്റായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മുമ്പ് ഞാനൊക്കെ എല്ലാം ഷെയർ ചെയ്യാണ്ട് ഒതുക്കി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കള്ളത്തരങ്ങളൊന്നും ഞാൻ അധികം പുറത്ത് കാണിക്കാറില്ല. അങ്ങനെ ശ്രീകുട്ടൻ്റെയാണ് ആദ്യം സൈൻ ചെയ്യാൻ വേണ്ടി പോയത്. അങ്ങനെ അവൻ്റെ ക്ലാസ്സിൽ പോയി അവനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ കേട്ട് സൈനൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അതേ ഹാപ്പിനെസ് കൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ്സിലോട്ടും പോകുന്നത്. ഇനി അവിടെ പോയിട്ട് ടീച്ചർ എന്ത് പറയുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് ടീച്ചർക്ക് അത്രയ്ക്കൊന്നും പറയാണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് കുറച്ച് കളി കൂടുതലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സബ്ജക്ട്സ് വൈസ് ഒക്കെ അവർ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ണിക്കുട്ടനെയും പിക്ക് ചെയ്ത് നേരെ ശ്രീകുട്ടൻ്റെ ക്ലാസ്സിൽ പോയി അവനെയും പിക്ക് ചെയ്ത് നേരെ ഇനി ഇവരെ ട്യൂഷന് കൊണ്ടാക്കണം. കാരണം ഇപ്പം തന്നെ ഒരു 4:45 ആയിട്ടുണ്ട് ടൈം കേട്ടോ. അപ്പോൾ ലേറ്റായി, വീട്ടിൽ വന്ന സമയം കിട്ടില്ല. പിന്നെ അവർക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൊടുത്ത് അവരെ ട്യൂഷൻ ഉണ്ടാക്കി ഞാൻ നേരെ വീട്ടിലെത്തി. നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ തലേദിവസം ഉപ്പിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. നല്ല കിടുവായിട്ട് ഉപ്പും മുളകും മധുരം ഒക്കെ കൂടെ കലർത്തിയിട്ടത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, പൊള്ളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കാത്തത് കൊണ്ടും ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയത് കൊണ്ടും തന്നെ എനിക്ക് തിന്നുമ്പോൾ നല്ല അഭിമാനമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.